ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വേണം എന്നാണ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ പറഞ്ഞത്. ആരായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? കോൺഗ്രസ് ഇത്തവണ 95 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇതിൽ 9 പേർ മാത്രമാണ് വനിതകൾ. അവരുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. തൃക്കാക്കരയിൽ ഉമാ തോമസ്, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ചിറയിൻകീഴിൽ രമ്യ ഹരിദാസ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, എലത്തൂരിൽ വിദ്യാ ബാലൻ, കോങ്ങാട് കെ എ തുളസി, ആലത്തൂരിൽ കെ എൻ ഫെബിൻ, മാവേലിക്കരയിൽ മുത്താര രാജ്, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ. ഈ 9 പേരിൽ ആരാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഉള്ളത്? ഈ 9 പേരിൽ ആരെങ്കിലും വനിതാ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ UDF ജയിച്ചാൽ സാധ്യതയുണ്ടോ? എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം? പല വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ വളച്ചൊടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി സ്വാഗതം ചെയ്തു. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളോട് പ്രതികരിച്ചത്. അതായത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കാര്യമല്ല, ഭാവിയിൽ വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതുപോലെ തന്നെ VD സതീശനും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് രംഗത്തു വന്നു. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളും ഈ വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത് തമാശയ്ക്ക് പറഞ്ഞതാണോ അതോ സീരിയസ് ആയി പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. പക്ഷെ വിവിധ സാധ്യതകൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത ഒരുപക്ഷെ ഇതേപോലെ തന്നെ ഈ 9 പേര് കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളുന്ന സമീപനം പോലെ തന്നെയുള്ള ഒരു സമീപനമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സാധ്യത. അതായത് പ്രിയങ്ക ഗാന്ധി എന്നാണ് ഇതിൻ്റെ ഉത്തരം. അതായത് രാഹുൽ ഗാന്ധി വനിതാ മുഖ്യമന്ത്രി ആയി മനസ്സിൽ കണ്ടത് സ്വന്തം പെങ്ങളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെയാണെന്ന് ഒരു പടി കടന്നുകൂടി ആരെങ്കിലും ചിന്തിച്ചാലോ അത്തരത്തിൽ കമൻറ്റുകൾ ഇട്ടാലോ അവരെ കുറ്റം പറയാനില്ല. എന്തുകൊണ്ട്? പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച MP ആണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയെക്കുറിച്ചാണ്, അത്തരത്തിലുള്ള ചർച്ചയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന വഴിതെളിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ വ്യാപകമായ തോതിൽ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ച MP ആണ്, കേരളത്തിലെ പ്രതിനിധിയാണ് പ്രിയങ്ക ഗാന്ധി. മാത്രമല്ല ഇന്ത്യയിലാകെ കോൺഗ്രസ് തകർന്ന അടിയുമ്പോഴും ഏക തുരുത്ത് എന്ന് പറയുന്നത് കേരളമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അറിയാം, അതേപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അറിയാം. അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് വലിയ തോതിൽ കേരളത്തെ കൈവിടാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അവിടെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തെ മാത്രം ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉള്ള ഏക രാഷ്ട്രീയ തുരുത്തായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെയാണ് രാഹുൽ ഗാന്ധി മനസ്സിൽ കണ്ടത് എന്നുള്ള തരത്തിലെ വ്യാഖ്യാനം വരുന്നു. ഏതായാലും എന്താണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. അതേസമയം ഇത്തരം ഒരു സാധ്യത ആരും തള്ളിക്കളയുകയും ചെയ്യുന്നില്ല. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.